ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ പലതരത്തിലുള്ള പരിപാടികൾ സർക്കാർ ചെലവിൽ നടന്നിരുന്നു. എന്നാൽ അതൊക്കെയും ഖജനാവ് കാലിയാക്കൽ ഊർജിതമാക്കി എന്നതിനപ്പുറത്തേക്ക് യാതൊരു ഫലവും ഉണ്ടാക്കിയില്ല എന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം തെളിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോടികൾ മുടക്കിയ നവകേരള സദസ്സിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കാൻ നടത്തിയ മുഖാമുഖം പരിപാടിക്ക് സംസ്ഥാന PRDക്ക് ചെലവായത് 2.4 കോടി രൂപയാണെന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. PRDക്ക് ചെലവായ തുക അനുവദിച്ച് ഈ മാസം 8-ന് ഉത്തരവിറക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖമുള്ള പരസ്യം കൊടുത്തതിന് മാത്രം 2 കോടി രൂപയാണ് ചെലവായിരിക്കുന്നത്. 9 ലക്ഷം പബ്ലിക്കേഷൻസിനും 14.3 ലക്ഷം ഫീൽഡ് പബ്ലിസിറ്റിക്കും 13 ലക്ഷം മീഡിയ റിലേഷൻസിനും 3 ലക്ഷം വിഷ്വൽ കമ്മ്യൂണിക്കേഷനും ചെലവായിട്ടുണ്ട്. 2024 ഫെബ്രുവരി 18 മുതൽ മാർച്ച് 3 വരെയായിരുന്നു മുഖാമുഖം സംഘടിപ്പിച്ചത്. പൗരപ്രമുഖരെ വെച്ച് നടത്തിയ നവകേരള സദസ്സിന്റെ ക്ഷീണം മാറ്റാനായിരുന്നു മുഖ്യമന്ത്രി മുഖാമുഖം സംഘടിപ്പിച്ചത്. നവകേരള സൃഷ്ടിക്കായി ജനങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സ്വരൂപിക്കുന്നതിനായി വ്യത്യസ്ത മേഖലകളിലുള്ളവരുമായി പിണറായി വിജയൻ നടത്തിയതായിരുന്നു മുഖാമുഖം പരിപാടി. ചോദ്യങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുത കാരണം മുൻകൂട്ടി ചോദ്യങ്ങൾ വാങ്ങുകയും അതിനുള്ള ഉത്തരം എഴുതി തയ്യാറാക്കി വായിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു മുഖാമുഖം സംഘടിപ്പിച്ചത്. PR ഏജൻസിയുടെ തിരക്കഥയിൽ ജീവനില്ലാത്ത ഷോയായി പിണറായിയുടെ മുഖാമുഖം മാറിയതും ഈ പശ്ചാത്തലത്തിലാണ്. മന്ത്രിമാരായ ബിന്ദുവും P പ്രസാദും മുഖാമുഖത്തിന് തങ്ങളുടെ വകുപ്പിൽ നിന്ന് ചെലവാക്കിയത് 51.03 ലക്ഷമാണ്. മറ്റു വകുപ്പുകളും മുഖാമുഖത്തിന് പണം നൽകിയിട്ടുണ്ട്. ഇതിന്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. എല്ലാ കണക്കുകളും പുറത്തു വരുമ്പോൾ മുഖാമുഖം പരിപാടിയുടെ ചെലവ് 10 കോടിയെങ്കിലും കടക്കുമെന്നാണ് ധനവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. PRDക്ക് അനുവദിച്ച 2.4 കോടി ഈ സാമ്പത്തിക വർഷം ധനവകുപ്പ് നൽകും. അതേസമയം ഈ വർഷം ഡിസംബറിൽ 2ാമത്തെ കേരളീയം നടത്താൻ നിശ്ചയിച്ചിറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടികൾ ചെലവിടുന്ന ആഘോഷ പരിപാടിയോടുള്ള വിമർശനങ്ങളെ അവഗണിച്ച് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധൂർത്തുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവി ഒന്നും മുഖ്യനൊരു വിഷയമല്ല. കേരളീയത്തിന് പിന്നാലെ നവകേരള സദസ്സും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമോ എന്ന ആകാംക്ഷയിലാണ് സംസ്ഥാനം. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്താനാകും കേരളീയം നടത്തുക എന്നാണ് പ്രഖ്യാപനം. കഴിഞ്ഞ തവണയും സ്പോൺസർഷിപ്പ് തന്നെയായിരുന്നു. വ്യാപക പണപ്പിരിവ് നടത്തി. ഖജനാവിൽ നികുതിയായി എത്തേണ്ട പണം കേരളീയത്തിന്റെ മറവിൽ സ്പോൺസർഷിപ്പായി മാറി. നികുതി തട്ടിപ്പുകാരുടെ പറദീസയായി കേരളം മാറി. ആരാണ് സ്പോൺസർ എന്ന ചോദ്യത്തിന് മുഖ്യനും ചീഫ് സെക്രട്ടറിയും കൈമലർത്തി കാണിച്ചു. എല്ലാം പരമരഹസ്യം. അടുത്ത കേരളീയം പരിപാടി പ്രഖ്യാപിക്കുമ്പോഴും അജ്ഞാതരായി തുടരുകയാണ് കേരളീയത്തിന്റെ സ്പോൺസർമാർ. 27 കോടി കേരളീയത്തിനു വേണ്ടി സർക്കാർ ചെലവാക്കി. സ്പോൺസർമാർ എത്തിയതോടെ ചെലവ് 100 കോടിക്ക് മുകളിലായി. പ്രതീക്ഷിച്ചതിലും കൂടുതൽ തുക സ്പോൺസർഷിപ്പായി കിട്ടിയെന്നായിരുന്നു ബാലഗോപാലിന്റെ പ്രതികരണം. ആരാണ് സ്പോൺസർമാരെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പോലും പറയുന്നില്ല. കിഫ്ബിയും KFCയും കേരളീയത്തിന് കൊടുത്ത കണക്ക് മാത്രം ബാലഗോപാൽ പുറത്തുവിട്ടു. 15 കോടി കേരളീയത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി നൽകുമെന്നായിരുന്നു കിഫ്ബിയുടെ വാഗ്ദാനം. ഇതിന് കിഫ്ബി അനുമതിയും നൽകി. കേരളീയം പരിപാടിക്കായി 2.97 കോടി കിഫ്ബി ചെലവാക്കിയെന്ന് ബാലഗോപാൽ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. മാധ്യമങ്ങൾക്ക് മാത്രം കിഫ്ബി 2.32 കോടി നൽകി. സ്റ്റാളുകൾ സ്ഥാപിക്കാൻ 61.19 ലക്ഷവും മോഡലുകൾ തയ്യാറാക്കാൻ 1.77 ലക്ഷവും സെമിനാറുകൾ സംഘടിപ്പിക്കാൻ 1.2 ലക്ഷവും കിഫ്ബി നൽകി. വാടക വൈദ്യുത ചാർജ് ഇനങ്ങളിൽ 1.33 ലക്ഷവും കിഫ്ബി കേരളീയത്തിനായി ചെലവഴിച്ചു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരളീയത്തിനായി 11.95 ലക്ഷമാണ് ചെലവഴിച്ചത്. എങ്ങനെ നോക്കിയാലും ഖജനാവ് കാലിയാക്കുന്ന പരിപാടി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.